എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും സ്വാഗതം. ദയവ് ചെയ്തിട്ട് ഇതെല്ലാം ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കണം. ഞാൻ എടുക്കുന്നത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷനെ കുറിച്ചാണ്, വെങ്കലയുഗ സംസ്കാരത്തെക്കുറിച്ചാണ്. ഇത് പ്രധാനമായിട്ടും വരുന്നത് HSA, UPSA അതുപോലെ ഡിഗ്രി ലെവൽ PSC എക്സാമുകൾക്കൊക്കെ വരുന്ന ഭാഗമാണ്. എല്ലാ PSC പരീക്ഷകൾക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. വെങ്കലയുഗ സംസ്കാരം, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ഈ ബ്രോൺസ് ഏജ് സിവിലൈസേഷനിൽ വരുന്നത് ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടേമിയൻ, ഹാരപ്പൻ സിവിലൈസേഷനുകളാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം വരുന്നുണ്ട്, മെസപ്പൊട്ടേമിയൻ സംസ്കാരം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹാരപ്പൻ സംസ്കാരവും എന്താണ്, ബ്രോൺസ് ഏജ് അഥവാ വെങ്കലയുഗ സംസ്കാരങ്ങളിൽ പെടുന്നതാണ്. നമുക്കിന്ന് മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്ത് നോക്കാം, എന്താണ് വെങ്കലയുഗ സംസ്കാരം എന്ന് നോക്കാം. ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം, വെങ്കലയുഗം എന്ന് വിളിക്കാം. ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലത്തെ വെങ്കലയുഗം എന്ന് വിളിക്കാം. അധികമായി ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയ കാലഘട്ടവും വെങ്കലയുഗമാണ്. ഈ വെങ്കലയുഗ കാലത്താണ്, വെങ്കലയുഗത്തിലാണ് മനുഷ്യൻ ആദ്യമായിട്ട് എന്ത് ചെയ്തത്, അധികമായിട്ട് ഒരുപാട് വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി, ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ മുതലാണ്. അതുപോലെ തന്നെ ഇങ്ങനെ അധികമായിട്ട് ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു സിസ്റ്റം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ട കാലഘട്ടവും വെങ്കലയുഗത്തിലാണ്. അപ്പോൾ കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ട കാലഘട്ടവും വെങ്കലയുഗത്തിലാണ്. എന്താണ് വെങ്കലം നോക്കാം. വെങ്കലം എന്ന് പറയുന്ന ഒരു ലോഹസങ്കരമാണ്. 2 ലോഹങ്ങൾ കൂട്ടിച്ചേർത്ത് സംസ്കരിച്ച് ഉണ്ടാക്കുന്ന ഒരു ലോഹമാണ് വെങ്കലം. അത് ഏതൊക്കെയാണ്, ചെമ്പ് അഥവാ കോപ്പർ, വെളുത്തീയം അഥവാ ടിൻ, ഇവ രണ്ടും സംസ്കരിച്ച് ഉണ്ടാക്കുന്ന ലോഹസങ്കരമാണ് വെങ്കലം അഥവാ ഓട് എന്ന് പറയുന്നത്. ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് വെങ്കലം. അപ്പം ഇങ്ങനെയുള്ള വെങ്കലം കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച കാലത്തെ നമുക്ക് വെങ്കലയുഗം എന്ന് പറയാം. ഞാൻ പറഞ്ഞു, കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങളിലെ മാർക്കറ്റിലെ അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടത് വെങ്കലയുഗത്തിലാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സമ്പ്രദായം എന്തായിരുന്നു, ഇങ്ങനെ നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്, ബാർട്ടർ സമ്പ്രദായം. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാർട്ടർ സിസ്റ്റം അഥവാ കൈമാറ്റ സമ്പ്രദായം. ഇഷ്ടിക നിർമ്മാണം, തുണി, നെയ്ത്ത് തുടങ്ങിയ തൊഴിൽ മേഖലകൾ വികാസം പ്രാപിച്ച കാലഘട്ടവും വെങ്കലയുഗമാണ്. അപ്പോൾ വെങ്കലയുഗത്തിൽ ഇഷ്ടിക നിർമ്മാണം ഉണ്ടായിരുന്നു, തുണിനെയ്ത്ത് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള തൊഴിൽ മേഖലകൾ വികാസം പ്രാപിച്ച കാലഘട്ടം വെങ്കലയുഗത്തിലായിരുന്നു. എഴുത്തുവിദ്യ രൂപപ്പെട്ട കാലം വെങ്കലയുഗമാണ്. വെങ്കലയുഗത്തിലാണ് മനുഷ്യൻ എഴുത്തുവിദ്യ തുടങ്ങുന്നത്. നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ച കാലഘട്ടവും വെങ്കലയുഗമാണ്. അപ്പോൾ വെങ്കലയുഗത്തിൻ്റെ പോയിന്റുകൾ ഏതൊക്കെയാണ്, അധികമായി ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയ കാലഘട്ടം. ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, വെങ്കലയുഗ സംസ്കാരത്തിൻ്റെ ആദ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് അധികമായിട്ട് ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയ കാലഘട്ടം. രണ്ടാമത്തത് കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ട കാലഘട്ടം. 3, ഇഷ്ടിക നിർമ്മാണം, തുണി നെയ്ത്ത് തുടങ്ങിയ തൊഴിൽ മേഖലകൾ വികാസം പ്രാപിച്ച കാലഘട്ടം. 4, എഴുത്തുവിദ്യ രൂപം കൊണ്ട കാലഘട്ടം വെങ്കലയുഗമായിരുന്നു.
അതുപോലെ ലാസ്റ്റ് വൺ, നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ച കാലഘട്ടവും വെങ്കലയുഗ കാലഘട്ടമായിരുന്നു. ഇത്രയാണ് വെങ്കലയുഗ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ അഥവാ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങൾ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹാരപ്പൻ സംസ്കാരം, ഇന്ത്യയിലുള്ള ഹാരപ്പൻ സംസ്കാരം ഒരു വെങ്കലയുഗ സംസ്കാരമാണ്. മെസപ്പൊട്ടേമിയൻ സംസ്കാരം ഇറാഖിലുള്ള മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഒരു വെങ്കലയുഗ സംസ്കാരമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം, ഈജിപ്തിലുള്ള ഈജിപ്ഷ്യൻ സംസ്കാരം വെങ്കലയുഗ സംസ്കാരമാണ്. അതുപോലെയുള്ള ചൈനയിൽ നിലനിന്നിരുന്ന ചൈനീസ് സിവിലൈസേഷൻ അഥവാ ചൈനീസ് സംസ്കാരം ഒരു വെങ്കലയുഗ സംസ്കാരമാണ്. 4 എണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്: ഹാരപ്പൻ സംസ്കാരം, മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഇതൊക്കെ ഏത് രീതിയിലുള്ള സംസ്കാരമായിരുന്നു? വെങ്കലയുഗ സംസ്കാരമായിരുന്നു. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഏതാണ്? മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. മെസപ്പൊട്ടേമിയൻ സംസ്കാരം BC 4000 മുതൽ BC 1500 വരെ നിലനിന്നിരുന്ന സംസ്കാരമായിരുന്നു മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. ഏതാണ്ട് BC 4000 നദീതടങ്ങളിലാണ് ആദ്യകാല സംസ്കാരങ്ങൾ ഉടലെടുത്തത്. ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമായി കണക്കാക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം എന്ത് പറയാം? മെസപ്പൊട്ടേമിയൻ സംസ്കാരമാണെന്ന് പറയാം. ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരമായിട്ട് കണക്കാക്കുന്നത് മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തെയാണ്. ആർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് പ്രാചീന മെസപ്പൊട്ടേമിയ. അപ്പോൾ ഈ പ്രാചീന മെസപ്പൊട്ടേമിയയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ആർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന 2 നദികളാണ് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നിവ. ഇവയ്ക്കിടയിൽ നിലനിന്നിരുന്ന പ്രദേശമാണ് മെസപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് എന്ത്? 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നത്. ഇതൊരു PYQ ക്വസ്റ്റ്യനാണ്. ഇത് PSC മുന്നേ ചോദിച്ച ചോദ്യമാണ്. എന്താണ് മെസപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം? അപ്പോൾ എന്ത് പറയണം? 2 നദികൾക്കിടയിലുള്ള പ്രദേശം. മെസപ്പൊട്ടേമിയ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശം അറിയപ്പെടുന്നത് ഇറാഖാണ് കേട്ടോ. ഇറാഖ് എന്നാണ് ഇന്നത്തെ മെസപ്പൊട്ടേമിയ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശം അറിയപ്പെടുന്നത്. 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസപ്പൊട്ടേമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. അപ്പോൾ മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് പറയുമ്പോൾ അതിൽ 4 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. 1 സുമേറിയൻ സംസ്കാരം, 2 ബാബിലോണിയൻ സംസ്കാരം, 3 അസീറിയൻ സംസ്കാരം, 4 കാൽഡിയൻ സംസ്കാരം. അപ്പോൾ 4 സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, കാൽഡിയൻ. ഇത്രയും സംസ്കാരങ്ങൾ ഏതിൽ പെടുന്നുണ്ട്? മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ പെടുന്നുണ്ട്. ഉറുക്ക്, ലഗാഷ് എന്നിവയായിരുന്നു പ്രാചീന മെസപ്പൊട്ടേമിയയിലെ പ്രധാന നഗരങ്ങൾ. ഉറുക്ക്, ലഗാഷ് എന്നിവയായിരുന്നു പ്രാചീന മെസപ്പൊട്ടേമിയയിലെ പ്രധാന നഗരങ്ങൾ. മെസപ്പൊട്ടേമിയയെ ചന്ദ്രകലാതടം എന്ന് വിശേഷിപ്പിച്ച പുരാവസ്തു ഗവേഷകനാണ് പ്രൊഫസർ ബ്രെസ്റ്റഡ് എന്ന ആർക്കിയോളജിസ്റ്റ് എന്താണ് മെസപ്പൊട്ടേമിയയെ വിശേഷിപ്പിച്ചത് എന്താണെന്നറിയാമോ? ചന്ദ്രകലാതടം, ലാൻഡ് ഓഫ് ഫെർട്ടൈൽ ക്രസൻഡ്, ചന്ദ്രൻ, ക്രസൻഡ്, ലാൻഡ് ഓഫ് ഫെർട്ടൈൽ ക്രസൻഡ്, ചന്ദ്രകലാതടം എന്ന് വിശേഷിപ്പിച്ചു പ്രൊഫസർ ബ്രെസ്റ്റഡ്. മെസപ്പൊട്ടേമിയയിൽ നിലനിന്നിരുന്ന പ്രധാന സംസ്കാരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. സുമേറിയനുണ്ട്, കൽഡിയനുണ്ട്, അസീറിയനുണ്ട്, ബാബിലോണിയനുണ്ട്. ഇതിൽ ആദ്യത്തെ സംസ്കാരം എന്ന് പറയുന്നത് സുമേറിയനാണ്. മെസപ്പൊട്ടേമിയയിലെ ആദ്യത്തെ സംസ്കാരം സുമേറിയനാണ്. സുമേറിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കറുത്ത തലയുള്ളവൻ എന്നാണ് സുമേറിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് സുമേറിയൻ? കറുത്ത തലയുള്ളവൻ, ബ്ലാക്ക് ഹെഡ്. കുശവൻ്റെ ചക്രം ആദ്യമായി ഉപയോഗിച്ചത് മെസപ്പൊട്ടേമിയയിലാണ്. മെസപ്പൊട്ടേമിയയിലെ ആദ്യ നഗരം അഥവാ ലോകത്തിലെ തന്നെ ആദ്യ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഉർ നഗരമാണ്. സുമേറിയക്കാരുടെ പ്രധാന ദേവതയായിരുന്നു നന്നാർ ദേവത. അനു
ഇതൊക്കെ എന്താണ് സുമേറിയയിലെ പ്രധാനപ്പെട്ട ദേവതകളായിരുന്നു. നന്നാർ ദേവത, അനു അഥവാ സ്കൈ ഗോഡ്. നന്നാറിൻ്റെ ക്ഷേത്രമായ സിഗുറാത്ത് സ്ഥിതി ചെയ്യുന്നത് ഉർ നഗരത്തിലാണ്. ഈ പുരാതന ആദ്യത്തെ നഗരം, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ നഗരം, അല്ലെങ്കിൽ മെസൊപ്പൊട്ടേമിയയിലെ ആദ്യ നഗരമായ ഈ ഉർ നഗരത്തിലാണ് നന്നാർ ദേവതയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നന്നാർ ദേവതയുടെ ക്ഷേത്രം ഏതാണ്? സിഗുറാത്താണ്. ഈ സിഗുറാത്ത് സ്ഥിതി ചെയ്യുന്നത് ഉർ നഗരത്തിലാണ്. മെസൊപ്പൊട്ടേമിയയിൽ നിലനിന്നിരുന്ന ബാബിലോണിയൻ സാമ്രാജ്യത്തിലെ പ്രധാന രാജാവായിരുന്നു ഹമ്മുറാബി മെസൊപ്പൊട്ടേമിയയിലെ ബാബിലോണിയയിലാണ് നിലനിന്നിരുന്നത്, ബാബിലോണിയൻ സംസ്കാരത്തിൽ. ഹമ്മുറാബി 1792 മുതൽ 1750 വരെ, BC 1792 മുതൽ 1750 വരെയാണ് ബാബിലോണിയ ഭരിച്ചത്. ബാബിലോണിയയിലെ പ്രമുഖ നിയമദാതാവായി അറിയപ്പെടുന്നത് ഹമ്മുറാബിയാണ്. അദ്ദേഹം തയ്യാറാക്കിയ സംഹിതയാണ് കോഡ് ഓഫ് ഹമ്മുറാബി. ആര് തയ്യാറാക്കിയതാണ്? ഹമ്മുറാബി തയ്യാറാക്കിയ നിയമസംഹിതയാണ്. പ്രാചീന ലോകത്തെ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ആടുന്ന പൂന്തോട്ടം. എന്താണ് ആടുന്ന പൂന്തോട്ടം? നെബുഖദ് നെസർ രണ്ടാമനാണ്, ഈ രാജാവാണ് ആടുന്ന പൂന്തോട്ടം പണി കഴിപ്പിച്ചത്. നെബുഖദ് നെസർ രണ്ടാമൻ രാജാവാണ് ആടുന്ന പൂന്തോട്ടം പണി കഴിപ്പിച്ചത്. മെസൊപ്പൊട്ടേമിയയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അത്ഭുതങ്ങളിലൊന്നായിരുന്നു, പ്രാചീന ലോകത്തിലെ തന്നെ അത്ഭുതങ്ങളിലൊന്നായിരുന്നു ആടുന്ന പൂന്തോട്ടം, ഹാങ്ങിങ് ഗാർഡൻ. ഇത് പണി കഴിപ്പിച്ചത് നെബുഖദ് നെസർ രണ്ടാമനാണ്. മെസൊപ്പൊട്ടേമിയയിലെ സുമേറിയൻ ജനത വികസിപ്പിച്ചെടുത്ത സവിശേഷമായ ലിഖിത രേഖ അഥവാ മെസൊപ്പൊട്ടേമിയയുടെ ലിപി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ക്യൂനിഫോം ലിപിയാണ്. മെസൊപ്പൊട്ടേമിയയിലെ ക്യൂനിഫോം ലിപി. കലണ്ടർ കണ്ടുപിടിച്ചത് മെസൊപ്പൊട്ടേമിയക്കാരാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രകലാതടം എന്ന് പ്രൊഫസർ ബ്രസ്റ്റഡ് വിശേഷിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ? ഓക്കെ. അതുപോലെ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കലണ്ടറായിരുന്നു മെസൊപ്പൊട്ടേമിയക്കാരുടേത്. ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടറും അവർ തയ്യാറാക്കിയിരുന്നു. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായും വിഭജിച്ചിരുന്നു. ഒരു ദിവസത്തെ 24 മണിക്കൂറുകളായും കണക്കാക്കി. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഒരാഴ്ച എന്ന് പറയുന്നത് ഒരു മാസം എന്ന് പറയുന്നത് 4 ആഴ്ചകളാണ്. ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസങ്ങളാണ്. ഇങ്ങനെയായിരുന്നു അവർ ചന്ദ്രൻ്റെ ചലനത്തെ അടിസ്ഥാനമാക്കിയിട്ട് കലണ്ടർ തയ്യാറാക്കിയിരുന്നത്. ഗണിതശാസ്ത്രത്തിലെ ഹരണം, ഗുണനം, വർഗ്ഗമൂലം എന്നിവയും അവർക്ക് അറിയാമായിരുന്നു. സീറോ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? മെസൊപ്പൊട്ടേമിയക്കാരാണ്. 0 സീറോ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് മെസൊപ്പൊട്ടേമിയക്കാരാണ്. ഇനി എന്താണ് ക്യൂണിഫോം ലിപി എന്ന് നമുക്ക് പ്രത്യേകിച്ച് നോക്കാം. പുരാതനമായ എഴുത്തുലിപികളിലൊന്നാണ് ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത്. മെസൊപ്പൊട്ടേമിയ രൂപം കൊണ്ട ലിപിയാണ് ക്യൂണിഫോം ലിപി ആരംഭിച്ചത് സുമേറിയക്കാരാണ്. നിരവധി ഭാഷകൾ എഴുതാൻ ഉപയോഗിച്ചിരുന്നതും വെഡ്ജ് ആകൃതിയിലുള്ള ഇംപ്രഷനുകളുള്ളതുമായ ആദ്യകാല എഴുത്ത് സമ്പ്രദായമാണ് ക്യൂണിഫോം. ആപ്പിൻ്റെ രൂപത്തിലുള്ള അഥവാ വെഡ്ജ് ഷേപ്പ്ഡ് ചിത്രലിപി എഴുത്തു പ്രതലം കളിമൺ പാളികളായിരുന്നു. അപ്പോൾ ആപ്പിൻ്റെ രൂപത്തിലുള്ളതായിരുന്നു ഈ ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഴുതാൻ ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതലം എന്ന് പറയുന്നത് കളിമൺ പാളികളായിരുന്നു കേട്ടോ. കൂർത്ത മുനയുള്ള എഴുത്താണ് ഉപയോഗിച്ച് എഴുതിയതിന് ശേഷം ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ക്യൂണിഫോം ലിപി പുരാതന എഴുത്ത് ലിപികളിലൊന്നാണ്. മെസൊപ്പൊട്ടേമിയ രൂപം കൊണ്ട ലിപിയാണ് ക്യൂണിഫോം ലിപി ആരംഭിച്ചത് ആരാണെന്ന് പ്രത്യേകിച്ച് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ കഴിയണം? സുമേറിയക്കാരാണ്. വെഡ്ജ് ഷേപ്പ്ഡ് ആണ്, ആപ്പിൻ്റെ രൂപമാണ്. ഓക്കെ. ഇനി ഉർ നഗരം നോക്കാം. ബാബിലോണിയയിൽ നിന്ന് ഏകദേശം 225 കിലോമീറ്റർ തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്നിരുന്ന ബാബിലോണിയെന്ന് തെക്ക് കിഴക്കായിട്ട് സൗത്ത് ഈസ്റ്റ് അങ്ങനെ ആലോചിക്കണം കേട്ടോ. തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്തിരുന്ന സുമേറിലെ പുരാതന നഗരമാണ് ഉർ നഗരം. ഒന്നാം ലോക യുദ്ധത്തിന് ശേഷമാണ് ഉർ പ്രദേശത്ത് ഉത്ഖനനം ആരംഭിച്ചത്.
ഉദ്ദേശ്യം 60 ഏക്കർ വിസ്തൃതിയിൽ കിടന്നിരുന്ന ഉർ നഗരത്തെ ചുറ്റി ഒരു മതിലുണ്ടായിരുന്നു. മധ്യഭാഗത്തായി 7 മീറ്റർ ഉയരത്തിൽ ഒരു മനുഷ്യനിർമ്മിത കുന്ന് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഉർ പ്രദേശത്ത് ഉത്ഖനനം തുടങ്ങിയത്. ബാബിലോണിയയിൽ നിന്ന് ഏകദേശം 225 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ടാണ് ഉർ സ്ഥിതി ചെയ്യുന്നത്. ചെളി, ഇഷ്ടിക എന്നിവ കൊണ്ടാണ് ഈ കുന്ന് നിർമ്മിച്ചിരുന്നത്. സുമേറിയൻ സംസ്കാരത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്ന ഉർ BC 4-ാം ശതകത്തിൽ യൂഫ്രട്ടീസ് നദി ഗതിമാറി ഒഴുകിയതിനെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഉർ നഗരത്തിൻ്റെ പതനം അല്ലെങ്കിൽ നാശം സംഭവിച്ചത് എങ്ങനെയാണ്? യൂഫ്രട്ടീസ് നദി ഗതിമാറി ഒഴുകിയതിനെ തുടർന്നാണ്. സുമേറിയൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശക്തി കേന്ദ്രമായിരുന്ന ഉർ BC 4-ാം ശതകത്തിൽ യൂഫ്രട്ടീസ് നദി ഗതിമാറി ഒഴുകിയതിനെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ടു. അടുത്തത് സിഗുറാത്തുകൾ എന്താണെന്ന് നോക്കാം. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളിൽ പ്രധാനപ്പെട്ടതാണ് സിഗുറാത്തുകൾ. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് സിഗുറാത്ത് എന്ന് പറയുന്നത് എന്താണ്? നന്നാർ ദേവതമാരുടെ ക്ഷേത്രങ്ങളാണ് അല്ലേ. അപ്പം മെസൊപ്പൊട്ടേമിയയുടെ ഹൈലൈറ്റ് എന്താണ്? സിഗുറാത്തുകളാണ്. സിഗുറാത്തുകൾ ദേവാലയ സമുച്ചയങ്ങളാണ്. നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിലായി ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗുറാത്തുകൾ പണിതത്. സിഗുറാത്തുകളുടെ പുറംഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ്. 25ഓളം സിഗുറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. ഇവയിൽ ഉർ എന്ന നഗരത്തിലെ സിഗുറാത്ത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്ന സിഗുറാത്ത് എവിടെയാണുള്ളത്? ഉർ നഗരത്തിലാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്ന് സ്വർഗീയ കുന്ന് എന്നറിയപ്പെടുന്നു. സ്വർഗീയ കുന്ന് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ സിഗുറാത്തുകൾ എന്താണ്? ദേവാലയ സമുച്ചയങ്ങളാണ്. പ്രധാനപ്പെട്ട മെസൊപ്പൊട്ടേമിയയുടെ പ്രധാന സവിശേഷതയാണ് സിഗുറാത്തുകൾ. ഈ നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചത്. മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് സിഗുറാത്തുകൾ പണിതത്. സിഗുറാത്തുകളുടെ പുറംഭാഗം നിർമ്മിച്ചത് ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ്. 25ഓളം സിഗുറാത്തുകൾ ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും സംരക്ഷിക്കപ്പെടുന്നത് എവിടെയുള്ളത് സിഗുറാത്താണ്? ഉർ എന്ന നഗരത്തിലെ സിഗുറാത്താണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കുന്നാണ് സ്വർഗീയ കുന്ന്. അപ്പോൾ വാർക്കയുടെ തല എന്താണ്? ദ വാർക്ക ഹെഡ്. BC 3000 മുൻപ് ഉറുക്ക് നഗരത്തിൽ ഉറുക്ക് ലഗാഷ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, നഗരങ്ങൾ, ഇമ്പോർട്ടൻ്റ് സിറ്റീസ്, മെസൊപ്പൊട്ടേമിയയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നഗരങ്ങൾ. ഇതിൽ ഉറുക്ക് നഗരത്തിൽ വെളുത്ത മാർബിളിൽ കൊത്തിയെടുത്ത ഒരു സ്ത്രീയുടെ തലയുടെ രൂപമാണ് ഉറുക്ക് ആലോചിച്ചാൽ മതി. ഉറുക്ക് സ്ത്രീയുടെ രൂപം വെളുത്ത മാർബിളിൽ കുത്തിയെടുത്താണ്. BC 3000 മുൻപാണ്. അപ്പോൾ ഈ രൂപമാണ് വാർക്ക ഹെഡ് എന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ വായ, കീഴ്ത്താടി, കവിളുകൾ എന്നിവയുടെ സൂക്ഷ്മമായ ചിത്രീകരണത്താൽ പുകഴ്ത്തപ്പെട്ട ലോകപ്രശസ്തമായ ശില്പമാണ് വാർക്ക ഹെഡ്, വാർക്കയുടെ തല എന്ന് പറയുന്നത്. ഇത് ഉറുക്ക് നഗരത്തിലാണ് ഇത് കണ്ടെത്തിയത്, BC 3000 മുമ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തെക്കുറിച്ചുള്ളത്. അടുത്ത ക്ലാസ്സായിട്ട് ഉടനെ വരാം. സോ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ.